ഞാൻ ഒരുവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. നമ്മുടെ പുലിക്കളി, അതുപോലെ കോഴിക്കോട് ബീച്ചിൽ. തിരുവനന്തപുരത്ത് വരാൻ പറ്റിയില്ല, പ്രത്യേക സാഹചര്യം വരണം, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പോകുന്നു നമ്മളെല്ലാ പരിപാടിക്കും. കാരണം നമ്മുടെ ലോഗോ പ്രകാശനം ഇതിലെല്ലാത്തിനും ഞാൻ വന്നിരുന്നു. പരമാവധി എല്ലാത്തിനും എത്താൻ നോക്കാറുണ്ട്. വളരെ നല്ലൊരു ആശയമാണ്. നമുക്കൊരു ടൈമിൽ, അതായത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് കുറവ്, അതായത് മുടി കുറവുകൊണ്ട് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കുറവുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളൊരു സംഘടന, അതായത് മുടിയില്ലാത്തവരുടെ ഒരു സംഘടന എന്ന് പറയുന്നത് നല്ലൊരു ആശയമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഗ്ലോബലി അത് ഇത്രയും മെമ്പേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഒരു ദിവസം തോന്നി അങ്ങ് മൊത്തം ഷേവ് ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. എല്ലാവരും പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ആ ഒരു പോയിന്റിലാണ് തിരിച്ചറിയുന്നത്. പിന്നെ ഈ മൊട്ട ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടനയിൽ ചേർന്നതോടുകൂടി ഒരുപാട് മൊട്ടയായിട്ടുള്ള സഹോദരങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സഹായിച്ചു. അപ്പം അത് ആ കോൺഫിഡൻസ് വീണ്ടും കൂട്ടിയുള്ളൂ. മൊട്ട സംഘടന ഇത് വളരെ ഒരു ഓസം ഈ ഒരു ഡിസിഷൻ. അതിന് സജീഷ് ഭായിയോട് ഫസ്റ്റ് തന്നെ താങ്ക്സ് പറയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊട്ടകൾ ഒരുപാട് പേര് ബോഡി ഷേമിങ് ഉണ്ട്. ഞാനൊന്നും അത്രയൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഒരു പഴനി യാത്രയിലാണ് മൊട്ട സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താലോ എന്നെനിക്ക് തോന്നി. പിന്നെ അത് സ്ഥിരം ഇപ്പോൾ മൊട്ട ക്ലോബൊക്കെ സ്റ്റാർട്ട് ചെയ്യണേക്കാളും എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയർ ആയിട്ട് ഞാൻ ഓൾമോസ്റ്റ് മൊട്ടയായിട്ട് തന്നെയാണ് നടക്കാറ്. ഇപ്പോൾ ഫാമിലി വൈഫിനും അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഇങ്ങനെ മൊട്ട അടിച്ച് നടക്കുന്നതിന്. പിന്നെ അവരും ഇപ്പോൾ കൺവിൻസ്ഡ് ആയി അതിലേക്ക് കുറച്ച്. എനിവേ ഇത് നല്ല അടിപൊളി ഡിസിഷനാണ്. ഇന്നത്തെ